സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ ജസ്റ്റ് മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യാണ്. സോ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച്, എൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് എനിക്ക് ഇന്ന് കിട്ടിയ ഒരു എൻട്രി ആൻഡ് ആ ഒരു ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ ഇന്ന് മാർക്കറ്റ് നിന്ന് ഓപ്പൺ ആയ ശേഷം, ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയ ശേഷം നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. സോ അതിനുശേഷം മാർക്കറ്റ് മേ ബി റിക്കവർ ആവുമായിരിക്കും. ഒരു ട്രെൻഡ് ലൈനാണ് ഇവിടുന്ന് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ട്രെൻഡ് ലൈനിൽ കണ്ടിന്യൂസ്ലി സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എനിക്ക് എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി അനുസരിച്ച്, എൻ്റെ ഒരു പ്ലാൻ അനുസരിച്ച് എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് എൻട്രീസ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ ഞാൻ കീപ്പ് ചെയ്യുന്നത് വന്നിട്ട് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് എപ്പോഴും. ആൻഡ് സി കൃത്യം ഒരു 9:25 ഒരു ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ഒരു ഹാമർ ആണെന്ന് തോന്നുന്നു, ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. സോ അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. ആൻഡ് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്ത് എന്താണെങ്കിൽ, കൃത്യം ഈ 9:25 ഫോം ആയ ഒരു ക്യാൻഡിലില്ലേ, ഇതിൻ്റെ വിക്കിൻ്റെ എബോ മാർക്കറ്റ് പോവുകയാണെങ്കിൽ എനിക്കൊരു പുട്ട് ബൈ ചെയ്തിട്ട് ഈ ഒരു ലെവൽ വരെ, അതായത് കൃത്യം എന്താ പറയുക, ഒരു 24,761 ആ റേഞ്ച് വരെ എനിക്ക് ഹോൾഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് അവിടെ അതെനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഒരു 6 അല്ലെങ്കിൽ 7 റേഞ്ച് ആണ് സ്റ്റോപ്പ് ലോസ് എപ്പോഴും കീപ്പ് ചെയ്യുക. സോ കൃത്യം മാർക്കറ്റ് അവിടെ ടച്ചായി മാർക്കറ്റ് മേലോട്ട് പോയി. പിന്നെ അത്യാവശ്യം മേലോട്ട് പോയിട്ടാണ് മാർക്കറ്റ് വന്നത്. സോ ഈ ഒരു ഹൈക്കിലും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സോ അതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരികയാണ് ചെയ്തത്. ഓക്കെ, പിന്നെ എനിക്ക് എൻട്രീസ് ഒന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്താണെങ്കിൽ, ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഈ മാർക്കറ്റ് തിരിച്ച് കയറി പോകണമെങ്കിൽ എന്തായാലും ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസസ് ഒക്കെ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകുള്ളൂ. ഇവിടെ എന്തായാലും സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും. ഇവിടെ ഈ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസസ് ഒക്കെ ഇവിടെ കുറേ പ്ലേസ് ആയിട്ടുണ്ടാവും. സോ അത്യാവശ്യം വലിയ വലിയ ആളുകൾ, ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ്, അതുപോലെ തന്നെ ഹെഡ്ജ് ഫണ്ടിങ് ഒക്കെ നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ സ്വീപ്പ് ചെയ്ത ശേഷം മാർക്കറ്റ് തിരിച്ചു കയറി പോകുള്ളൂ. സോ ഇവിടെ ഈ ഒരു റേഞ്ച് കണ്ട, കൃത്യം ഈ 1 മണി കൃത്യം ഈ ഒരു റേഞ്ചിൽ ഇവിടെ സ്വീപ്പിംഗ് നടന്നിട്ടുണ്ട്. മേ ബി മാർക്കറ്റ് ഇനി തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ട് എന്നേ ഉള്ളൂ. ബട്ട് ഇനി എന്താവും എന്നുള്ളത് അറിയില്ല. ബട്ട് ഇവിടെ സ്വീപ്പിംഗ് എന്തായാലും നടന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്ലാൻ അനുസരിച്ച് എനിക്കൊരു എൻട്രി കിട്ടിയിട്ടില്ല അഗെയിൻ. സോ ഞാനൊന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതുകൊണ്ട് ഞാൻ ട്രേഡിങ് നിർത്തുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇവിടെ നിന്ന് എടുക്കാനുള്ള ലോജിക്ക് എന്താണെങ്കിൽ, മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വന്നു. സോ ഈ ഒരു റേഞ്ചിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് അതിൻ്റെ മേലോട്ട് പോകില്ല, ഇവിടുത്തെ ലിക്വിഡിറ്റി ലെവലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പുട്ട് ബൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവിടുന്ന് പുട്ട് ബൈ ചെയ്ത് ഈ ഒരു റേഞ്ച് വരെ കീപ്പ് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ കുറച്ച് നാൾ മാർക്കറ്റ് 2-3 ദിവസമായിട്ട് മാർക്കറ്റിലെ സെല്ലേഴ്സാണ് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായമാണ്. സോ മാർക്കറ്റ് ഡേ ക്യാൻഡിൽ ഇട്ട് നോക്കാം. മാർക്കറ്റ് ഈ 18-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആയത് ഡേ ക്യാൻഡിലാണ്. മാർക്കറ്റ് ഓപ്പൺ ആയത് ഒരു അത്യാവശ്യം വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ്. സോ അതിനുശേഷം മാർക്കറ്റ് മേലോട്ട് പോയി. കൃത്യം ഒരു 25-ാം തീയതി തൊട്ട് മാർക്കറ്റ് ബെയറിഷാണ്. എനിക്ക് തോന്നുന്നത് എന്താണെങ്കിൽ, ഇവിടെ ഉണ്ടായിരിക്കുന്ന ഗ്യാപ്പ് ഉണ്ട്. ഈ 18-ാം തീയതി ഓഗസ്റ്റ് 18 ഉണ്ടായിരിക്കുന്ന ഈ ഗ്യാപ്പ് ഫില്ലായ ശേഷം മാർക്കറ്റ് ചിലപ്പം മേലോട്ട് പോകുമായിരിക്കും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മാർക്കറ്റ് വീണ്ടും ബെയറിഷ് ആയിരിക്കാം. ഓക്കെ, സോ ഇത്ര മാത്രമേ എനിക്കിന്ന് പറയാനുള്ളൂ.